ഇന്ന് മോനെ നാട്ടിലേക്ക് പോവാണ്. അവന് ഫൈനൽ എക്സാം എഴുതാൻ സാധിച്ചില്ല. അവന് 9 10ലേക്ക് പോകേണ്ടതാണ്. അപ്പം 9ൻ്റെ ഫൈനൽ എക്സാം എഴുതാൻ പറ്റിയില്ല. ഇവിടുത്തെ യുദ്ധത്തിൻ്റെ കാരണത്താൽ അവന് പോകാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ ഇപ്പം 28-ന് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവന് ഇപ്പം നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ മാഷ് മെസ്സേജ് അറിയിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ 28-ന് പരീക്ഷ നടത്തുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവനെത്താൻ പറ്റുമായിരുന്നുണ്ടെങ്കിൽ നന്നായിരുന്നു പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ ചാർട്ടേഡ് ഫ്ലൈറ്റ് അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ 27-ന് ഫ്ലൈറ്റ് ഉണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ അതിന് ടിക്കറ്റ് എടുത്തു. കുവൈറ്റ് എയർവേസിൻ്റെ ചാർട്ടേഡ് ഫ്ലൈറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം കൈറാനിലേക്കാണ് കൊണ്ടുപോയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ കൈറ മാളിലേക്ക് എടുത്തിട്ടുണ്ട്. അവിടെ വെച്ചിട്ടാണ് ഇവിടുത്തെ ബോർഡിംഗ് പാസും കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളത്. ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. അവിടെ എത്തിയിട്ട് മോന് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് ബിസിനസ് ക്ലാസ്സിൽ കയറണം എന്നുള്ളത്. പക്ഷേ അത് അവൻ്റെ പാപ്പ ഇന്ന് സാധിച്ചു കൊടുത്തു. നാട്ടിൽ നിന്ന് ഞാൻ വരുന്ന സമയത്ത് അവൻ എന്നോട് പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു, ഉമ്മ ബിസിനസ് ക്ലാസ്സിന് ടിക്കറ്റ് എടുക്കുമോ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അപ്പം എനിക്ക് സാധിച്ചിരുന്നില്ല. ഇപ്പം പോകുമ്പോൾ മാഷാഅല്ലാ അവൻ്റെ പാപ്പ അതിനെ തന്നെ അവനിക്ക് ടിക്കറ്റ് എടുത്തു കൊടുത്തു, അൽഹംദുലില്ലാ. അപ്പോൾ അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ അതവന് ഇന്ന് സാധിച്ചെടുത്തു. അങ്ങനെ നമ്മൾ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി പുറത്തോട്ടേക്ക് ഇറങ്ങി. ഇവിടുന്ന് ദമാമിലേക്ക് ബസ് വഴിയാണ് യാത്ര പോകുന്നത്. അപ്പം ബോർഡറിൽ നിന്ന് ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് സൗദിയിലേക്ക് കിടക്കുക. അങ്ങനെ രാത്രി 9-9:30 ഇവിടുന്ന് ബസ് വിട്ടിട്ടുണ്ടായിരുന്നത്. മോന് പോയപ്പം വല്ലാത്തൊരു സങ്കടം തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ എന്നെ വീട്ടിൽ ഇതുവരെയായിട്ട് അവരങ്ങനെ നിന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ വിട്ടു പോകുന്നത്. പക്ഷേ നമ്മൾ സാഹചര്യം ഇങ്ങനെ ആയില്ല. മോനെ എക്സാം ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പം അവനെ നാട്ടിലേക്ക് പോകേണ്ടി വന്നത്. അപ്പം അത് അവൻ്റെ കരിയറാണല്ലോ മുഖ്യം. അങ്ങനെ ഞങ്ങൾ പിന്നെ അവനെ നാട്ടിലേക്ക് അയച്ചു. എന്താണെന്ന് വെച്ചാൽ വലിയ ഒരു കൊല്ലം വെറുതെ പോകുന്നതല്ലേ. നെക്സ്റ്റിന് 10ലേക്കാണ് അവന് പോകേണ്ടത്. ഇൻഷാ അല്ലാഹ് എല്ലാം ഹൈറായിട്ട് നടക്കട്ടെ.